ദേശീയ പതാക കാവിക്കൊടിയാക്കണമെന്ന വിവാദ പരാമർശവുമായി മുതിർന്ന ബി.ജെ.പി. നേതാവും പാലക്കാട് നഗരസഭാ കൌൺസിലറുമായ എൻ ശിവരാജൻ. ഭാരതാംബ വിഷയത്തിൽ എൽ.ഡി.എഫ്, യു.ഡി.എഫ് പ്രതിഷേധങ്ങളെ പ്രതിരോധിച്ച് ബി.ജെ.പി. നടത്തിയ പരിപാടിയിലായിരുന്നു പരാമർശം. വിഷയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും ഡിവൈഎഫ്ഐയും മാർച്ച് സംഘടിപ്പിച്ചു. സംഭവത്തിൽ ശിവരാജനെതിരെ കോൺഗ്രസും ഡിവൈഎഫ്ഐയും പോലീസിൽ പരാതി നൽകി. എൽ.ഡി.എഫും യു.ഡി.എഫും ഭാരതാംബയെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതിന് പിന്നാലെ നടന്ന പ്രതികരണത്തിലാണ് ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് എൻ ശിവരാജന്റെ വിവാദ പ്രസ്താവന. ഇന്ത്യയുടെ ദേശീയ പതാകയായി കാവിക്കൊടിയാകണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇന്ത്യയുടെ ദേശീയ പതാക കാവിക്കൊടിയാക്കണം. കോൺഗ്രസ് പച്ചപ്പതാക ഉപയോഗിക്കട്ടെ എന്നും ഇന്ത്യൻ ചരിത്രമറിയാത്ത രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇറ്റാലിയൻ കൊടി ഉപയോഗിക്കട്ടെ എന്നും ശിവരാജൻ അധിക്ഷേപിച്ചു. കോൺഗ്രസ് വേണമെങ്കിൽ പച്ചപ്പതാക ഉപയോഗിക്കട്ടെ. സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയൂ, രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയൂ, പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയാം. എന്ത് ചരിത്രം? ഇവരാണ് ഈ കൊടി ഉപയോഗിക്കുന്നത്. അവർക്ക് ഇറ്റാലിയൻ കൊടി ഉപയോഗിക്കട്ടെ. വിഷയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും ഡിവൈഎഫ്ഐയും പാലക്കാട് നഗരത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. വിവാദ പ്രസ്താവനയിൽ ശിവരാജനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും ഡിവൈഎഫ്ഐയും പരാതി നൽകി. ഇത് കണ്ടു നിൽക്കുന്ന പോലീസ് അധികാരികളുണ്ടല്ലോ, ഞങ്ങൾ പറയാതെ കേസെടുക്കേണ്ടതാണ്, അവർ സ്വമേധി കേസെടുക്കേണ്ടതാണ്. പക്ഷെ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേസ് കൊടുക്കും. ഭരണഘടനയെ വെല്ലുവിളിച്ച ഈ കൗൺസിലർ ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൗൺസിലർ പദവി പിൻവലിപ്പിക്കാൻ ഇവിടുത്തെ ബി.ജെ.പി. നേതൃത്വം തയ്യാറാവണം. അതേസമയം ശിവരാജന്റെ വിവാദ പ്രസ്താവനയിൽ ബി.ജെ.പി. നേതൃത്വം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വിഷയത്തിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരും. മീഡിയ 1 പാലക്കാട്.